ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായി പ്രവാസി സമൂഹത്തിന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഒരാഴ്ച നീളുന്ന ഹർ ഘർ തിരങ്ക പരിപാടിക്ക് രാജ്യത്ത് ഇന്ന് തുടക്കം. ഹർ ഘർ തിരങ്കയെ അവിസ്മരണീയമായ ബഹുജന പ്രസ്ഥാനമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നാളെ സന്ദർശിക്കും. ദുരന്ത മേഖലയിൽ 11ാം ദിനവും തിരച്ചിൽ തുടരുന്നു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. ഒളിമ്പിക് ഗുസ്തിയിൽ വെങ്കല മെഡലിനായി അമൻ സെഹ്റാവത്ത് ഇന്നിറങ്ങും. 4x400 റിലേയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. ജനാധിപത്യത്തിന്റെ മാതൃകയാണ് ഇന്ത്യയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി ഓക്ലൻഡിലെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ യാത്ര തുടരുകയാണെന്നും ഇതിനായി പ്രവാസി സമൂഹത്തിന്റെ എല്ലാ പിന്തുണയും പ്രതീക്ഷിക്കുന്നതായും ശ്രീമതി മുർമു പറഞ്ഞു. भारत आज दुनिया में लोकतंत्रों का प्रतीक बन गया है. हमने दुनिया में सबसे तेजी से बढ़ती और बड़ी अर्थव्यवस्था के रूप में अपनी स्थिति मजबूत कर ली है. डिजिटल इंडिया, मेक इन इंडिया और स्किल इंडिया जैसे इनिशिएटिव्स हमारे लाखों नागरिकों को सशक्त बना रहे हैं. जैसे जैसे हम 2047 तक एक विकसित भारत के निर्माण के अपने उद्देश्यों की ओर बढ़ रहे हैं. हम प्रवासी भारतीय समुदाय के साथ अपने संबंधों को और मजबूत करना चाहते हैं. ഓക്ലൻഡിൽ ഇന്ത്യൻ കോൺസുലേറ്റ് തുറക്കുമെന്നും ശ്രീമതി മുർമു അറിയിച്ചു. 3 ലക്ഷത്തോളം പ്രവാസി ഇന്ത്യക്കാരാണ് ന്യൂസിലൻഡിൽ ഉള്ളത്. ഫിജി സന്ദർശനത്തിന് ശേഷം ന്യൂസിലൻഡിലെത്തിയ ശ്രീമതി മുർമു നാളെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ തിമൂർ ലെസ്തെ സന്ദർശിക്കും. ഒരാഴ്ച നീളുന്ന ഹർ ഘർ തിരങ്ക പരിപാടിക്ക് രാജ്യത്ത് ഇന്ന് തുടക്കം. സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15 വരെ നീളുന്ന പരിപാടി പൌരന്മാരിൽ ദേശസ്നേഹം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഭാഗമായി വീടുകളിൽ ദേശീയ പതാക ഉയർത്തണമെന്നും ത്രിവർണ്ണ പതാകയ്ക്കൊപ്പം സെൽഫി എടുത്ത് ഹർ ഘർ തിരങ്ക വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യണമെന്നും കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അഭ്യർത്ഥിച്ചു. 2022 മുതൽ ഇതുവരെ 10 കോടിയിലേറെ ജനങ്ങൾ ദേശീയ പതാകയ്ക്കൊപ്പമുള്ള സെൽഫി വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹർ ഘർ തിരങ്കയുടെ ഭാഗമായി ഈ മാസം 13-ന് മന്ത്രിമാരും എംപിമാരും പങ്കെടുക്കുന്ന ത്രിവർണ്ണ ബൈക്ക് റാലി സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഹർ ഘർ തിരങ്ക പരിപാടിയെ അവിസ്മരണീയമായ ബഹുജന പ്രസ്ഥാനമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സമൂഹമാധ്യമ ഹാൻഡിലുകളിലെ പ്രൊഫൈൽ ചിത്രവും അദ്ദേഹം ത്രിവർണ്ണ പതാകയിലേക്ക് മാറ്റി. വയനാട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സന്ദർശിക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ അനുകൂല നടപടി പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദുരന്ത മേഖലയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സംഘവും ഇന്ന് സന്ദർശനം നടത്തും. ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കയിലും ചൂരൽമലയിലും ഇന്ന് ജനകീയ തെരച്ചിൽ നടന്നു. സൂചിപ്പാറ, കാന്തൻപാറ ഭാഗത്തുനിന്ന് 4 മൃതദേഹം കൂടി കണ്ടെത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ദുരന്തത്തിൽ കാണാതായവർക്കുള്ള 11ാം ദിവസത്തെ തിരച്ചിലും തുടരുന്നു. എന്നാൽ ഇന്ന് രാവിലെ 6 മണി മുതൽ തന്നെ ജനകീയ തിരച്ചിലും ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളിലും ബന്ധു വീടുകളിലും കഴിഞ്ഞിരുന്നവരെയും കാണാതായവരുടെ ബന്ധുക്കളെയും ഉൾപ്പെടുത്തിയാണ് ജനകീയ തിരച്ചിൽ നടത്തിയത്. അവരുടെ വീടുകളിൽ നിന്നിരുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു തിരച്ചിൽ നടത്തിയത്. തിരച്ചിലിൽ NDRF, പോലീസ്, ഒപ്പം ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകരും കടാബർ ഡോഗുകളും പങ്കെടുത്തു. പ്രധാനമന്ത്രിയുടെ നാളത്തെ സന്ദർശനം കണക്കിലെടുത്ത് തിരച്ചിൽ അല്പം മുൻപ് അവസാനിപ്പിച്ചു. ഞായറാഴ്ചയും ജനകീയ തിരച്ചിൽ നടത്തും. അതേസമയം മുണ്ടക്കൈ ഭാഗത്തുനിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും സൂചനയുണ്ട്. എന്നാൽ സൂചിപ്പാറ, കാന്തൻപാറ വെള്ളച്ചാട്ടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിൽ 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അസാധാരണ മുഴക്കം കേട്ടതായി ജനങ്ങൾ. അമ്പലവയൽ, എടക്കൽ മാളിക ഭാഗങ്ങളിലും മുഴക്കം അനുഭവപ്പെട്ടു. പ്രദേശത്തെ ജനങ്ങളെ മാറ്റി തുടങ്ങി. വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് പരിശോധന തുടരുകയാണ്. പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. 1949 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് ഭേദഗതി ചെയ്യാനുള്ള ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ കേന്ദ്ര സഹമന്ത്രി പങ്കജ് ചൌധരി ലോക്സഭയിൽ അവതരിപ്പിച്ചു.
റഷ്യൻ സേനയിലേക്ക് ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട 91 കേസുകൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. റഷ്യൻ സേനയുടെ ഭാഗമായവരിൽ 8 പേർ മരണപ്പെട്ടതായും 14 പേരെ വിട്ടയച്ചതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. 69 ഇന്ത്യക്കാർ മോചനം കാത്ത് കഴിയുന്നുണ്ട്. ഈ വിഷയം ഇന്ത്യ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നത്. റഷ്യൻ സേനയുടെ ഭാഗമായി തുടരുന്ന എല്ലാ ഇന്ത്യക്കാരെയും എത്രയും വേഗം വിട്ടയക്കുമെന്ന് കഴിഞ്ഞ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മോസ്കോ സന്ദർശനത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉറപ്പു നൽകിയിരുന്നു. റഷ്യൻ സേനയിൽ പ്രവർത്തിക്കുന്നതിന് ഇവർ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് മോചനം വൈകാൻ കാരണമെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ വാർഷിക ദിനമായ ഇന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു. സ്വാതന്ത്ര്യ സമരത്തിലെ നിർണായക ചുവടുവയ്പായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കൊളോണിയൽ ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിനായുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ പങ്ക് വ്യക്തമാക്കുന്ന വീഡിയോയും അദ്ദേഹം പങ്കുവച്ചു. ലോക്സഭയും ക്വിറ്റ് ഇന്ത്യ വാർഷികത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയയ്ക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. 17 മാസമായി സിസോദിയ കസ്റ്റഡിയിലാണെന്നും ഇതുവരെ വിചാരണ ആരംഭിച്ചിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഇത് വേഗത്തിലുള്ള വിചാരണയ്ക്കുള്ള അവകാശത്തെ ഹനിക്കുന്ന രീതിയാണെന്നും കോടതി വ്യക്തമാക്കി. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ED കേസിലും CBI കേസിലും മനീഷ് സിസോദിയയ്ക്ക് പരമോന്നത കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ നീരജ് ചോപ്രയെയും വെങ്കല മെഡൽ നേടിയ ഹോക്കി ടീമിനെയും രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. ലോക്സഭയും മെഡൽ നേട്ടത്തിൽ അഭിനന്ദനം രേഖപ്പെടുത്തി. 89.45 മീറ്റർ എറിഞ്ഞാണ് നീരജ് ചോപ്ര ഇന്ത്യയ്ക്കായി ആദ്യ വെള്ളി മെഡൽ നേടിയത്. പാകിസ്ഥാന്റെ അർഷാദ് നദീമാണ് 92.97 മീറ്ററിന്റെ സർവ്വകാല റെക്കോർഡോടെ ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത്. പുരുഷ ഹോക്കിയിൽ വാശിയേറിയ പോരാട്ടത്തിൽ 1-2 ഗോളുകൾക്ക് സ്പെയിനിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ വെങ്കല മെഡൽ സ്വന്തമാക്കിയത്. ഒളിമ്പിക്സ് ഗോൾഫ് 3-ാം റൌണ്ടിൽ ഇന്ത്യയുടെ അതിഥി അശോകും ദീക്ഷ ദഗറും ഇപ്പോൾ മത്സരിക്കുകയാണ്. പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഫ്രീസ്റ്റൈൽ ഗുസ്തിയിൽ വെങ്കല മെഡലിനായി അമൻ സെഹ്റാവത്ത് ഇന്നിറങ്ങും. 4x400 മീറ്റർ റിലേയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മാറ്റുരയ്ക്കും. മലയാളി താരങ്ങളായ മുഹമ്മദ് അജ്മൽ, മുഹമ്മദ് അനസ്, അമോജ് ജേക്കബ് എന്നിവർക്കൊപ്പം രാജേഷ് രമേഷും പുരുഷ റിലേയിൽ ഇന്നിറങ്ങും. ദേശീയ ഓഹരി വിപണിയിൽ രജിസ്റ്റർ ചെയ്ത നിക്ഷേപകരുടെ സംഖ്യ ആദ്യമായി 10 കോടി കടന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 3 ഇരട്ടി വർധനയാണ് നിക്ഷേപകരുടെ എണ്ണത്തിൽ ഉണ്ടായത്. ഡിജിറ്റൈസേഷനിലെ ദ്രുതഗതിയിലുള്ള വളർച്ച, നിക്ഷേപക ബോധവൽക്കരണം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സുസ്ഥിരമായ വിപണി പ്രകടനം എന്നിവയാണ് വളർച്ചയ്ക്ക് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. നിക്ഷേപകരുടെ ശരാശരി പ്രായം 32 വയസ്സാണ്. 30 വയസ്സിൽ താഴെയുള്ളവർ 40% വരും. 1/5 നിക്ഷേപകരും വനിതകളാണ്. ഉത്തരേന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നിക്ഷേപകർ ഉള്ളതെന്നും UP, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ രജിസ്ട്രേഷനിൽ ഏറ്റവും മുന്നിലാണെന്നും NSE അറിയിച്ചു. കേരളത്തിൽ നാളെ മുതൽ വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ശക്തമായ മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് തടസ്സമില്ല. കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ കന്യാകുമാരി ജില്ലയിലെ കടൽ തീരങ്ങളിൽ ഈ മാസം 11 വരെ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 778 പോയിന്റ് ഉയർന്ന് 79,664-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 231 പോയിന്റ് നേട്ടത്തിൽ 24,348-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 600 രൂപ വർദ്ധിച്ച് 51,400 രൂപയും ഗ്രാമിന് 6,425 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായി പ്രവാസി സമൂഹത്തിന്റെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഓക്ലൻഡിൽ ഇന്ത്യൻ സമൂഹത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഒരാഴ്ച നീളുന്ന ഹർ ഘർ തിരങ്ക പരിപാടിക്ക് രാജ്യത്ത് ഇന്ന് തുടക്കം. ഹർ ഘർ തിരങ്കയെ അവിസ്മരണീയമായ ബഹുജന പ്രസ്ഥാനമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നാളെ സന്ദർശിക്കും. ദുരന്ത മേഖലയിൽ 11ാം ദിനവും തിരച്ചിൽ തുടരുന്നു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. ഒളിമ്പിക്സ് ഗുസ്തിയിൽ വെങ്കല മെഡലിനായി അമൻ സെഹ്റാവത്ത് ഇന്നിറങ്ങും. 4x400 റിലേയിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മാറ്റുരയ്ക്കും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.